എല്ലാവർക്കും വെബ് ഡയറിയിലേക്ക് സ്വാഗതം. ഞാൻ പെട്ടെന്നൊരു വീഡിയോ ചെയ്യാനായിട്ട് പെട്ടെന്ന് ഉദ്ദേശിച്ചൊരു കാര്യമാണ്. കാരണം എൻ്റെ അടുത്തൊരു ബ്രോ നമ്മുടെ ടെലിഗ്രാമിലൊരു സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് വിഡ്ത്ത് 100%ഉം അതിനോടൊപ്പം തന്നെ മാക്സിമം വിഡ്ത്ത് കൊടുക്കുകയാണെങ്കിൽ എന്താണ് ആ ഒരു ഇമേജിന് സംഭവിക്കുന്നത് എന്നുള്ളത് ആ ബ്രോയ്ക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇതെൻ്റെ അടുത്ത് കുറേ നാൾ മുമ്പ് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തതാണ്. അന്നേരം ഞാനത് വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാനത് മറന്നുപോയി. പിന്നീട് നമ്മൾ ജാവാസ്ക്രിപ്റ്റിൻ്റെ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരു പിക്ചറാണ് കേട്ടോ. ഡാനിയൽ സെബ്ലറിൻ്റെ ഒരു പിക്ചറാണ് ഉപയോഗിക്കുന്നത്. എന്തെങ്കിലും കോപ്പിറൈറ്റ് ഇഷ്യൂ വരും എന്ന് പേടിച്ചിട്ടാണ് ഞാൻ പുള്ളിയുടെ പേരൊക്കെ കാണിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഒരു ഇമേജ് കണ്ടെയ്നർ കൊടുത്തു. അതിനകത്ത് ഞാനൊരു ഇമേജ് കൊടുത്തു, ഒരു വലിയൊരു ഇമേജ് കൊടുത്തു. ഇത് അത്യാവശ്യം 2070 വിഡ്ത്ത് ഉള്ള ഒരു ഇമേജാണ്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ സ്വാഭാവികമായിട്ടും കൊടുത്തു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മുടെ ഏത് സ്ക്രീനിനകത്താണെങ്കിലും 2070 താഴേക്കുള്ള ഏത് സ്ക്രീനിലാണെങ്കിലും എന്ത് സംഭവിക്കും, നമുക്ക് ഇതുപോലൊരു സ്ക്രോൾ വരും അല്ലേ, ഒരു ഹൊറിസോണ്ടൽ സ്ക്രോൾ വരും. അപ്പോൾ ഇത് നമ്മുടെ വെബ്സൈറ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്താ സാധാരണ ചെയ്യുന്നത്, നമ്മളിവിടെ വന്നിട്ട് ഇപ്പോൾ ഇമേജ് കണ്ടെയ്നറിനകത്തുള്ള ഇമേജിനെ എടുക്കുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, വിഡ്ത്ത് നമ്മൾ 100% ആക്കി നമ്മൾ സെറ്റ് ചെയ്തു. അപ്പോൾ വിഡ്ത്ത് 100% ആക്കി സെറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് സംഭവിക്കും, ആ ഒരു മാജിക്ക് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. നമുക്ക് ടോട്ടലി ഏത് വിൻഡോ ആണെങ്കിലും, ഇപ്പോൾ 2070 തന്നെ വേണമെന്നില്ല, ഏത് വിൻഡോ ആണെങ്കിലും കണ്ടില്ല, ഫുള്ളി റെസ്പോൺസീവ് ആണ്. എത്ര ചെറുതിനകത്തേക്ക് പോയാലും അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഇപ്പോൾ എത്രയാണ്, 100% ആണ്. അതായത് ആ പേരൻറ്റിൻ്റെ എത്രയാണോ പെർസെൻറ്റേജ്, അല്ലെങ്കിൽ ആ സ്ക്രീനിൻ്റെ എത്രയാണോ പെർസെൻറ്റേജ് വരുന്നത്, അത്രയും അതിലേക്ക് അത് ഷ്രിങ്ക് ആവുകയും ലാർജ് ആവുകയും ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത് നമ്മൾ സാധാരണ ചെയ്യുന്നൊരു കാര്യമാണ്. ഇനി നമ്മുടെ ആ ബ്രോയ്ക്ക് കൺഫ്യൂഷൻ വരാൻ കാരണം, ആ ബ്രോ എവിടെ കണ്ട ഒരു കാര്യം, അതിൻ്റെ കൂടെ തന്നെ മാക്സിമം വിഡ്ത്ത് എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ കൂടി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിപ്പം ഇതിപ്പോൾ ഒരു ബാനർ ആണെങ്കിൽ നമുക്ക് 100% ഓക്കെയാണ്, നമ്മൾ വേറെ വാല്യൂ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ നമുക്കിപ്പോൾ ഇതൊരു ബാനർ അല്ല, പകരം നമുക്കൊരു ചെറിയ ഈ ഒരു കോർണറിൽ നമുക്കൊരു ഇമേജ് കാണിക്കേണ്ട ഒരു അവസ്ഥയാണ്. പക്ഷേ നമുക്കറിയത്തില്ല ക്ലയൻറ്റ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് ഇതുപോലെ പറഞ്ഞതിൻ്റെ കൂട്ട് 2070 പിക്സലുള്ള ഇമേജ് ആയിരിക്കാം ചിലപ്പം ക്ലയൻറ്റ് അപ്ലോഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ 100 പിക്സലുള്ള ഇമേജ് ആയിരിക്കാം, അല്ലെങ്കിൽ 500 പിക്സലുള്ള ഇമേജ് ആയിരിക്കാം. അപ്പോൾ നമ്മൾ പറയുകയാണ് ഇതിൻ്റെ ഈ പിക്സൽ എന്ന് പറയുന്നത് മാക്സിമം പിക്സൽ, ക്ലയൻറ്റ് എത്ര വലിയ ഇമേജ് അപ്ലോഡ് ചെയ്താലും എനിക്കിവിടെ 300 പിക്സലിൽ കാണിച്ചാൽ മതി. ഇപ്പോൾ ഇവിടെ ഈ വിഡ്ത്ത് 100% എന്നുള്ളതിനേക്കാളും ഇമ്പോർട്ടൻസ് വരുന്ന ആർക്കാണ്, ഈ മാക്സിമം വിഡ്ത്തിനാണ് ഇമ്പോർട്ടൻസ് വരുന്നത്. കണ്ടില്ലേ, ഇപ്പോൾ നമ്മളിവിടെ ഇൻസ്പെക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഓക്കെ, ഇപ്പോൾ ഞാൻ ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു വിൻഡോ വരും, അത് നിങ്ങൾ നോക്കിയാൽ മതി. കണ്ടില്ലേ, ഇവിടെ 300 പിക്സൽ എന്നുള്ളൊരു വിൻഡോ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. കണ്ടോ, ഒരു 300 പിക്സൽ വന്നിട്ടുണ്ട്. കണ്ടോ, ഞാനിവിടെ ഇത് മാറ്റുമ്പോൾ ഇത് മാറും. കണ്ടോ, ഇപ്പോൾ ഇവിടെ വന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ 300 പിക്സലാണ് മാക്സിമം വന്നിട്ടുള്ളത്. അപ്പോൾ ഈ മാക്സിമം എന്നുള്ളത് തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മനസ്സിലാവാത്ത ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ നേരത്തെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു പ്രോപ്പർട്ടി വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ്, അല്ലെങ്കിൽ ഒരു വസ്തു വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഒരാൾ പറയാണ് ആ വസ്തുവിൻ്റെ മാക്സിമം വില എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയാണ്. അതിനർത്ഥം എന്താണ്, 5 ലക്ഷം രൂപ വരെ നമുക്കതിന് കൊടുക്കാം, 5 ലക്ഷം രൂപയിൽ കൂടുതൽ കൊടുക്കേണ്ട കാര്യമില്ല അല്ലേ. അപ്പോൾ അതിനർത്ഥം 5 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് അതിന് ഒരു വിലയും വരാനായിട്ടുള്ള സാധ്യതയാണ്. ചിലപ്പം 5 ലക്ഷം രൂപയിൽ താഴെ ആയിരിക്കും, അല്ലെങ്കിൽ 5 ലക്ഷം രൂപയായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് മാക്സിമം വിഡ്ത്ത് 300 പിക്സലാണ്. അപ്പോൾ ഇതിൻ്റെ മാക്സിമത്തിൽ ഇപ്പോൾ നിൽക്കുകയാണിത്. കണ്ടില്ലേ, കാരണം നമുക്കിവിടെ ഈ വിൻഡോയിൽ ഇത്രയും സ്പേസ് നമുക്ക് ബാക്കിയുണ്ട്. കണ്ടോ, ഇത്രയും സ്പേസ്, ഇത്രയും വിഡ്ത്ത് ബാക്കിയുണ്ട് നമുക്ക്. വേണ്ട, ഇതാണല്ലോ മൊത്തത്തിലുള്ള വിൻഡോ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഇപ്പം നമുക്ക് കണ്ട് ഇത്രയും സ്പേസ് ബാക്കിയുണ്ട്. അപ്പോൾ ഇതിന് 300 പിക്സലിൽ ഇവിടെ ഇരിക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഇനി ഇപ്പോൾ നമ്മൾ വേറെ സ്ക്രീനകത്ത് നോക്കുമ്പോഴൊന്നും ഈ 300 പിക്സൽ തന്നെയാണ് കിടക്കുന്നത്. പക്ഷേ നമുക്കിപ്പോഴും ആ ഒരു കോംബോ മനസ്സിലായിട്ടില്ല. ഈ വിഡ്ത്തും മാക്സിമം വിഡ്ത്തൂടെയുള്ള കോംബോ നമുക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നോക്കണം, നമ്മളിത് ചെറിയ സ്ക്രീനിലേക്ക് പോകുമ്പം കണ്ടോ, ഇവിടെ 300 പിക്സൽ ഇതിന് ഇരിക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെ കാരണം കുറച്ചുകൂടെ സ്പേസ് ബാക്കിയുണ്ട്. ഇനി ഞാൻ വീണ്ടും കുറച്ചുകൂടെ പോകുമ്പം ഇവിടെ വരെ അതിനിരിക്കാൻ പറ്റുന്നുണ്ട്, 300 പിക്സലിൽ അതിനിരിക്കാൻ പറ്റുന്നുണ്ട്. ഇനി ഞാൻ ചെറുതാക്കി തുടങ്ങുമ്പോൾ നമ്മുടെ മൊബൈൽ ഡിവൈസിലേക്ക് പോകുമ്പോൾ കണ്ടില്ലേ എന്താ സംഭവിക്കുന്നത്, ഇതിപ്പോൾ 300 പിക്സലാണോ, ഇതിപ്പം 300 പിക്സലല്ല, 300 പിക്സലിൽ താഴെയാണ് അല്ലേ. അപ്പോൾ അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെച്ചാൽ, ഈ വിഡ്ത്ത് 100% ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് എന്താവുന്നത്, ഷ്രിങ്ക് ആവുന്നത്. ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞതിൻ്റെ കൂട്ട് ഒരു പ്രോപ്പർട്ടിക്ക് 5 ലക്ഷം രൂപ പറഞ്ഞു. പക്ഷേ കൊറോണയൊക്കെ ആകുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും, ആ വസ്തുവിൻ്റെ വില കുറയും.
ആ 5 ലക്ഷം രൂപ കൂടുന്നില്ല, ആ 5 ലക്ഷം രൂപ കുറഞ്ഞു വരും അല്ലേ. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്ക്രീൻ ചെറുതാവുന്നതിനനുസരിച്ച് ഇതിപ്പോൾ 300 പിക്സൽ അല്ല, 300 പിക്സലിൽ ഇതിന് ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പം ഇവിടെ ആർക്ക് ഇമ്പോർട്ടൻസ് വരും? ഈ വിഡ്ത്ത് 100%ൻ്റെ ഇമ്പോർട്ടൻസ് വരും കണ്ടോ. അപ്പോൾ അവിടെ 300 പിക്സൽ എന്നുള്ളത് മാറിയിട്ട് വിഡ്ത്ത് 100% എന്നുള്ളത് കണ്ടില്ലേ, അത് ഓട്ടോമാറ്റിക്കായിട്ട് ഷ്രിങ്ക് ആവുന്നത് കണ്ടോ. അപ്പോൾ ഇതിന് എപ്പോഴാണോ 300 പിക്സലിൽ ഇരിക്കാൻ പറ്റുന്നത് അപ്പം മുതൽ അത് 300 പിക്സലിൽ ഇരിക്കും. 300 പിക്സലിൽ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അതെന്ത് ചെയ്യും? അത് ഈ വിഡ്ത്ത് 100%ലേക്ക് ഇങ്ങനെ ഷ്രിങ്ക് ആവും. ഇപ്പോൾ ഈ വിൻഡോയുടെ വിഡ്ത്ത് 100%ലേക്ക് അത് ഷ്രിങ്കായി. അപ്പോൾ ഈ ഒരു എന്താ പറയുക, റെസ്പോൺസീവ്നെസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഈ ഒരു കോംബോ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി നമുക്കിതുപോലെ തന്നെ വരുന്ന മറ്റൊരു കോംബോയാണ് നമ്മുടെ മിനിമം വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ. അപ്പം മിനിമം വിഡ്ത്ത് 300 പിക്സൽ എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഇപ്പോൾ 300 പിക്സൽ മാറി കണ്ടോ. എന്തുകൊണ്ടാണ് 300 പിക്സൽ മാറിയത്? മുമ്പത്തെ എക്സാമ്പിൾ തന്നെ നോക്കാം. നമ്മളൊരു വസ്തു വാങ്ങിക്കാൻ പോവാണ്. അപ്പോൾ അവർ അത്യാവശ്യം നല്ല ഒരു കുറേ പേര് കണ്ണിട്ട് വെച്ചിരിക്കുന്ന ഒരു വസ്തുവാണ്, ഒരു ലാൻഡാണ്. അപ്പോൾ അവർ പറയാണ് നിങ്ങൾ എങ്ങനെയൊക്കെ പോയാലും ഒരു മിനിമം 5 ലക്ഷം രൂപ കൊടുക്കേണ്ടി വരും. മിനിമം ആണത്, ആ വസ്തുവിൻ്റെ മിനിമം പ്രൈസാണ് 5 ലക്ഷം രൂപ. അതായത് അതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് തന്നെ 5 ലക്ഷം രൂപയാണ്. പിന്നെ അതിൻ്റെ ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് 6 ലക്ഷം 7 ലക്ഷം 8 ലക്ഷം 9 ലക്ഷം 10 ലക്ഷം അങ്ങനെ കൂടാനായിട്ട് സാധ്യതയുണ്ട്. അതിന് ഒരു എൻഡില്ല. സ്റ്റാർട്ടിംഗ് പോയിൻ്റ് 5 പക്ഷേ എൻഡ് അവർ പറയുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇപ്പം നമ്മൾ മുമ്പേ കണ്ടതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ആദ്യം ഇമ്പോർട്ടൻസ് വരുന്ന ആർക്കാണ്? വിഡ്ത്ത് 100% ആണ്. കാരണം ഇവിടെ മിനിമം വിഡ്ത്ത് 300 പിക്സലാണെന്ന് പറയുമ്പം ഇവിടെ ഇപ്പോൾ മുമ്പലത്തേൻ്റെ കൂട്ട് മാക്സിമത്തിലേക്ക് അത് ചുരുങ്ങേണ്ട കാര്യമില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, 5 ലക്ഷത്തിന് മുകളിലേക്ക് എത്ര വേണമെങ്കിലും വാല്യൂ കയറാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം ഇവിടെ ഈ മിനിമം വിഡ്ത്ത് 300 പിക്സലിനേക്കാളും എത്ര വേണമെങ്കിലും ഏത് വലിയ സ്ക്രീനിലോട്ട് പോയാലും അതിന് റെസ്ട്രിക്ഷൻ നമ്മൾ കൊടുത്തിട്ടില്ല. കാരണം കണ്ടില്ലേ, അത് ഈ 100% ആണ് അതെടുക്കുന്നത്. എത്ര വലിയ സ്ക്രീനാണെങ്കിലും ആ സ്ക്രീനിനകത്തുള്ള സ്ഥലം മൊത്തം അത് എടുത്തുകൊണ്ടിരിക്കും. കാരണം അതിന് മിനിമം 300 പിക്സൽ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രം ചെക്ക് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ഇവിടെ ഇപ്പോൾ 100% ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ 100% ആണ്, ഇവിടെ 100% ആണ്, ഇവിടെ 100% ആണ്. ഇനി നമുക്ക് ഇത് ചെറുതാക്കി നോക്കാം. ഇതും റെസ്പോൺസീവ്നെസ്സിൻ്റെ ഭാഗമാണോ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ വരികയാണ്. ഇതിപ്പോൾ 100% ആണ് പോകുന്നത്, 100% ആണ് പോകുന്നത്. പക്ഷേ നമ്മളൊരു പോയിൻ്റ് കഴിഞ്ഞപ്പോൾ ഇത് കണ്ടില്ലോ, ഇവിടെ സ്ക്രോൾ വന്നു. എന്തുകൊണ്ടാണ്? ഇത് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഈ ഇമേജ് എപ്പോഴും ഈ ഒരു ഇമേജിന് മിനിമം 300 പിക്സൽ തന്നെ ഉണ്ടായിരിക്കണം. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഞാൻ ഈ കമ്പ്യൂട്ടറിനകത്ത് വന്ന് നോക്കുകയാണെങ്കിൽ ഇതുണ്ടോ, ഇതിൻ്റെ 300 പിക്സലാണ് ഇവിടെ വന്നിട്ടുള്ളത്. കണ്ടല്ലോ, നമുക്കിവിടെ മിനിമം വിഡ്ത്ത് 300 കണ്ടോ. വിഡ്ത്ത് ഇപ്പോൾ എത്രയായി? വിഡ്ത്ത് ഇപ്പോൾ ഇവിടെ കിടക്കുന്നത് 300 പിക്സലാണ് കിടക്കുന്നത്. നമ്മൾ ഈവൻ ദോ നമ്മുടെ സ്ക്രീൻ ഇവിടെ ചെറുതാക്കിയാലും നമുക്കിപ്പോൾ ഇവിടെ വിഡ്ത്തുള്ളത് 300 പിക്സൽ തന്നെയാണ്. കണ്ടോ, 300 പിക്സൽ കുറയത്തില്ല. അതിൻ്റെ വാല്യൂ ഒരു തരത്തിലും 300 പിക്സലിൽ കുറയത്തില്ല. നമ്മൾ ഇവിടെ ഇപ്പം വിഡ്ത്ത് 100% കൊടുത്തിട്ടുണ്ടെങ്കിലും നമ്മൾ മാക്സിമം വിഡ്ത്തിൽ കണ്ടു. ഇവിടെ 100% കൊടുത്തപ്പം ചെറിയ സ്ക്രീനകത്ത് നമുക്ക് സ്ക്രോളൊന്നും വരുന്നില്ല. അത് ആ ഒരു വിൻഡോയ്ക്ക് അനുസരിച്ച് ചെറുതാവുന്നുണ്ടായിരുന്നു, വലുതാവുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് 300 പിക്സലിൽ ഒരു കാരണവശാലും ഏത് സ്ക്രീൻ ആയാലും 300 പിക്സലിൽ കുറയാൻ പാടില്ല. കണ്ടോ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? ഇത് സ്ക്രോൾ വന്നു. അപ്പോൾ നമുക്കൊരിക്കലും ഇങ്ങനെ ഒരു സെറ്റിങ്സ് നമുക്ക് നമ്മുടെ ഡെസ്ക്ടോപ്പിന് കൊടുക്കാൻ പറ്റത്തില്ല. അല്ല, ഡെസ്ക്ടോപ്പിന് കൊടുക്കാം, നമ്മുടെ മൊബൈലിന് കൊടുക്കാൻ പറ്റത്തില്ല. മൊബൈൽ മീഡിയ ക്വയറിയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത് റീസെറ്റ് ചെയ്യണം. ഈ മിനിമം വിഡ്ത്ത് ഒരിക്കലും വരാൻ പാടില്ല. നമ്മൾ മൊബൈൽ മീഡിയ ക്വയറി എഴുതുമ്പോൾ നമ്മൾ ഇതെടുത്ത് കളഞ്ഞിട്ട് വേണം നമ്മൾ എഴുതാനായിട്ട്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് മൊബൈലിൽ വരും. ഇനിയിപ്പോൾ നമ്മുടെ വലിയ സ്ക്രീനകത്താണെങ്കിൽ ഈ ഒരു 300 പിക്സൽ വലിയ പ്രശ്നമില്ല. കണ്ടില്ലേ, നമ്മൾ ഇനിയിപ്പോൾ ഇത് എത്ര ചെറുതാക്കിയാലും ഇത് കണ്ടോ, ഇതിപ്പം കണ്ടില്ലേ ഇങ്ങനെയാണ് വരുന്നത്. കണ്ടോ, ഈ 300 പിക്സൽ നമ്മളിവിടെ വന്നിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 300 പിക്സലാണ്. പക്ഷേ നമ്മളിവിടെ വന്നിട്ട് തിരിച്ചാണ് കൊടുക്കുന്നതെങ്കിൽ, മാക്സിമം വിഡ്ത്ത് 300 പിക്സലാണ് കൊടുക്കുന്നതെങ്കിൽ കണ്ടില്ലേ, ഇതൊരു ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അതെന്ത് ചെയ്തു? ചെറുതായി. ഇപ്പം നമ്മളിവിടെ വന്ന് നോക്കുകയാണെങ്കിൽ കണ്ടില്ലേ, വിഡ്ത്ത് ഇവിടെ മാറും. 126 ഇപ്പം. ഞാനിത് വലുതാക്കുമ്പം ഇപ്പോൾ അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 186. ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഇത്രയും കൂടെ വലുതാക്കുമ്പം ഇതിൻ്റെ വിഡ്ത്ത് ഇപ്പം 300 പിക്സലിലേക്ക് തിരിച്ചു വന്നു. കാരണം അതിന് 300 പിക്സൽ അവിടെ ഇരിക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെ വന്നപ്പം ഇത് 300 പിക്സലിലേക്ക് തിരിച്ചു വന്നു. ഇനി ഞാൻ ചെറുതാക്കി വരുമ്പം കണ്ടോ, ഓരോ സ്ക്രീൻ അനുസരിച്ച് ഇത്രയും ചെറുതായാലും നമുക്ക് സ്ക്രോളൊന്നും വരുന്നില്ല. അപ്പോൾ അതിൻ്റെ വിഡ്ത്ത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കും. ഇനി മിനിമം ആണെന്നുണ്ടെങ്കിൽ
മിനിമം ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കണ്ടില്ലേ 300 പിക്സലാണ് സ്റ്റാർട്ടിങ് 300 ആണ്. അത് കഴിഞ്ഞിട്ടേ അത് ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ചെയ്യുള്ളൂ. കണ്ടില്ല, ഇതിപ്പം നമ്മൾ ഇത്രയും വലുതാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിൻ്റെ വിഡ്ത്ത് 477 ആയി. കാരണം മിനിമം 300 ആണ്, പക്ഷേ അതിൻ്റെ മുകളിലേക്കുള്ള വാല്യൂസ് അതിനെടുക്കാനായിട്ടുള്ള പ്രൊവിഷൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഇത്രയും വലുതാക്കുമ്പോഴത്തേക്ക് അതിൻ്റെ വിഡ്ത്ത് ഇവിടെ 690 ആയി. അപ്പോൾ ഇതാണ് മിനിമം വിഡ്ത്തും മാക്സിമം വിഡ്ത്തും പ്ലസ് വിഡ്ത്ത് 100% എന്നുള്ള കോമ്പിനേഷനിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ തുടക്കക്കാർക്ക് ഇത് മനസ്സിലാവാനായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ചെയ്തതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നുകൂടെ ഒന്ന് റീക്രിയേറ്റ് ചെയ്ത് നോക്കുക. അതിനുശേഷം ഇങ്ങനെ റെസ്പോൺസീവ് മോഡ് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ ചോദിച്ച ആ ബ്രോയ്ക്ക് എൻ്റെ വക ഒരു കയ്യടി കേട്ടോ. ഇതുപോലുള്ള സംശയങ്ങൾ ചോദിക്കുമ്പോഴാണ് എനിക്ക് ഇതുപോലുള്ള വീഡിയോസൊക്കെ ചെയ്യാനായിട്ടുള്ളൊരു ഒരു മോട്ടിവേഷനൂടെ വരുന്നത്. അപ്പോൾ ഈ ഒരു കോംബോ തീർച്ചയായിട്ടും മനസ്സിലാക്കി വെക്കുക. നിങ്ങളുടെ പല സിറ്റുവേഷൻസിലും ഇങ്ങനെയുള്ള കോമ്പിനേഷൻ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.